ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എണ്ണയിലല്ലാതെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോമോസ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും പൊടിയും കുറച്ച് വിനീഗറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കുക. എന്നാൽ അങ്ങനെ അരച്ചുകാണ്ട് ചേർത്താലും മതി. അങ്ങനെ പറ്റാത്തവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് അതും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് വഴണ്ട് വന്നതിന് ശേഷം കാബേജും ക്യാരറ്റും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഈ മതിക്കുള്ള ആവശ്യത്തിനും ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, ഉപ്പ് ഏറി, പിന്നെ ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കുക. കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഓയിലുണ്ടല്ലോ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി എടുക്കാം കേട്ടോ. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി പരത്തി എടുക്കാം കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടും നല്ല തിന്നായിട്ടും പരത്തരുത്. ഒരു മീഡിയം കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ. മീഡിയം കട്ടിക്ക് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. തീരെ കട്ടില്ലാതായാൽ അത് മസാല വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെ അത് നന്നായി പരത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റൗണ്ടിൽ എന്തെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തെങ്കിലും കുപ്പിൻ്റെ അടപ്പോ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി വീഡിയോ കാണുന്ന പോലെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കീ പോലെ ആക്കിയെടുത്താലും മതി കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഓവറായിട്ട് മസാല വെക്കണ്ട, അപ്പം ഇത് പൊട്ടിപ്പോകും. അപ്പോൾ കുറേശ്ശെ വെച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ടൈപ്പിൽ നമുക്ക് എങ്ങനെയാണോ പറ്റണത് അതുപോലെ തന്നെ കുറേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി ഇതാ വേറൊരു ഷേപ്പിൽ കൂടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ആവിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു എണ്ണ ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഇത് ഓരോന്ന് അതിൽ വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും.
ഞാൻ ബാക്കിയുള്ള കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിലേറെ ടേസ്റ്റ് ഉണ്ടാവുക ആവിക്ക് വേവിക്കുമ്പോഴേക്കാരം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം. അതുവരെ